എസ്തെറ്റിക് കുഞ്ഞുമ്മ എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ നമ്മൾ ഓഫ് കോഴ്സ് ഇതൊരു സീരിയസ് ബട്ട് നോട്ട് സോ സീരിയസ് ഒരു പേരാണ്, ഭയങ്കര ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു പേരാണ്. പക്ഷെ നമ്മൾ ചെയ്യുന്നത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ജോലിയാണ്. അപ്പൊ ഈ പേര് സെലക്ട് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, ഈ ജോലിക്ക് ഇതൊരു മിസ്മാച്ച് ആവോ, ഇതൊരു പണിയാവോ, ആളുകൾ നമ്മളെ സീരിയസ് ആക്കാണ്ടിരിക്കുവോ, ആ തോന്നലുണ്ടാവുമല്ലോ. അങ്ങനെ ജോലിക്ക് വേണ്ടി ഇട്ട പേരായിരുന്നില്ല, ഒരു ഫൺ ഇൻസ്റ്റാഗ്രാം പേജ് ആയിരുന്നു. അങ്ങനെ ഇട്ട് പിന്നെ ജോലിയിലേക്ക് കടന്നതാ. ഫാൻ മെയ്ഡ് പോസ്റ്റേഴ്സ് ചെയ്യുന്ന ടീമിന് ആ ഒരു പേര് റെലവെന്റ് ആണെന്ന് തോന്നി. പിന്നെ നമ്മുടെയൊക്കെ ഒരു വൈബും അങ്ങനെയാണ്, ഭയങ്കര വർക്കി പരിപാടി. നമ്മൾ പക്ഷെ ഇന്റർനാഷണൽ സാധനങ്ങൾ റെഫർ ചെയ്യുന്നുണ്ട്. അപ്പൊ അതൊരു മിക്സ് നല്ല രസമായിട്ട് തോന്നി, അതുകൊണ്ട് പിടിച്ചതാണ് അങ്ങനെ. അപ്പൊ ഇതിപ്പോ ഇപ്പൊ സീരിയസ് വർക്കുകളാണല്ലോ, ഇപ്പൊ ബ്രഹ്മയുഗം പോലെ അങ്ങനത്തെ വലിയ വലിയ മൂവീസിന്റെ പാട്ടാണ്. അപ്പൊ ഈ പേര് മാറ്റണോ അങ്ങനെ ഒരു തോട്ട് വന്നിട്ടില്ല? ഇല്ല, ഇനീഷ്യൽ ടൈമില് പടങ്ങൾ ചെയ്യാൻ തുടങ്ങിയപ്പോ കുറച്ച് ഡയറക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ട് ഈ പേര് എങ്ങനെയാണ് ഒരു പോസ്റ്റർ വെക്കുന്നത്, മാറ്ററ നല്ല പേര്. പക്ഷെ പിന്നെ ആൾക്കാർ പറയുന്നത് ആ പേര് നിങ്ങളെ ഐഡന്റിറ്റി, അത് ഓർത്തിരിക്കുന്നുണ്ട്, അത് രസമായി എന്നൊക്കെ. അപ്പം അതിലങ്ങ് സ്റ്റിക്ക് ഓൺ ചെയ്യാന്നുള്ള, നമ്മള് ക്വാളിറ്റി വർക്ക് ചെയ്താൽ നമ്മുടെ പേര് പിന്നെ പേരിലൊന്നും പ്രത്യേകിച്ച് കാര്യമില്ല. പക്ഷെ ഇറ്റ് ഇസ് നൈസ്, നല്ല പേരാണ്, നല്ല രസമുള്ള ഒരു യുണീക് പേരാണ്. അതുപോലെ ഈ ലുട്ടാപ്പി യോഗയായിട്ട് എന്താ ബന്ധം? ലുട്ടാപ്പി യോഗയുടെ ആള് തന്നെ പറ, യോഗി. എനിക്ക് ചെറുപ്പത്തില് മായാവി വായിക്കുമ്പോൾ ലുട്ടാപ്പി ആയിരുന്നു ഇഷ്ടം, എനിക്ക് മായാവിനെ ഇഷ്ടമല്ലായിരുന്നു. മായാവി ഫാൻസ് ഒക്കെ കേൾക്കൂട്ടോ, പക്ഷെ ലുട്ടാപ്പിക്കാ കൂടുതൽ ഫാൻസ്. ഒരു ക്യൂട്ട് ഒരാളെന്നുള്ളതില് മായാവി പക്ഷെ ടു ഗുഡ് ടു ബി ട്രൂ. ഒരിക്കലും ആർക്കും അത്രയും നല്ലവനാവാൻ പറ്റില്ല എന്ന് എനിക്ക് തോന്നുന്നു. സീരിയലിലൊക്കെ കാണാൻ മരുമക്കളൊക്കെ പോലെ ഭയങ്കര നന്മ. അതെ, ഭയങ്കര നന്മ. അപ്പൊ ഒരു ഇറിറ്റേറ്റിംഗ് ക്യാരക്ടറാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഓവർ ദി ഇയേഴ്സ് എനിക്ക് തോന്നുമായിരുന്നു ഇപ്പം യോഗ ചെയ്യുന്നവരും എല്ലാരും നമ്മൾ അഡൾട്ട് ആകുമ്പോൾ കൂടുതൽ സീരിയസ് ആവുമല്ലോ. അപ്പൊ അങ്ങനെയല്ല, നമ്മൾ എത്ര വലുതായാലും ലുട്ടാപ്പിയെ പോലെ നോട്ടി ആയിട്ടിരിക്കണം, നമ്മുടെ നോട്ടിനെസ് കുസൃതി ഒരിക്കലും കളയരുത് എന്നുള്ളൊരു ഐഡിയ ആയിരുന്നു ലുട്ടാപ്പി യോഗി. അപ്പൊ ഒരു ദിവസം ഓർക്കം തോന്നി കഴിഞ്ഞപ്പോ ലുട്ടാപ്പി യോഗി എന്ന് ചുമ്മാ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടതാ, അതിഷ്ടായി. പിന്നെ അതങ്ങനെ കണ്ടിന്യൂ ചെയ്തു. പിന്നെ ഞാൻ എന്റെ യോഗ സ്റ്റുഡിയോ തുടങ്ങിയപ്പോ എനിക്ക് പേരൊക്കെ ആലോചിച്ചിട്ട് ഭയങ്കര പാടാ ഇതിനൊരു പേര് കണ്ടുപിടിക്കാന്നുള്ളത്. അപ്പൊ ഞാൻ ഓർത്താ പിന്നെ ഇത് യോഗി മാറ്റി യോഗയാക്കാന്ന് ഓർത്ത് അങ്ങനെ മാറ്റിയ. അതെ. പിന്നെ ഒരു സാധനം എന്ന് പറഞ്ഞാൽ ഞാൻ പഠിപ്പിക്കുമ്പോഴും യോഗ പഠിപ്പിക്കുമ്പോഴും ഇപ്പൊ എസ്തെറ്റിക് കുഞ്ഞുമ്മയുടെ കാര്യം പറഞ്ഞാൽ സീരിയസ് സാധനമാണ് പഠിപ്പിക്കുന്നത്. പക്ഷെ അത് ചെയ്യുമ്പോൾ നമ്മൾ സീരിയസ് ആവണമെന്നില്ലല്ലോ. അപ്പൊ ഒത്തിരി ഫണ്ണും പ്ലേയും കൂടെ ക്ലാസ്സിൽ കൊണ്ടുവരാൻ നോക്കും ഞാൻ പഠിപ്പിക്കുമ്പോൾ. അപ്പം ഈ പേര് കേൾക്കുമ്പോൾ കൊള്ളാലോ എന്ന് തോന്നുന്നവരെ വരത്തുള്ളൂ. അല്ലെങ്കിൽ അവര് ഭയങ്കര ഒരു സ്പിരിച്വൽ അല്ലെങ്കിൽ ഒരു സംസ്കൃത പേര് അല്ലെ അങ്ങനെയൊക്കെ, യൂഷ്വലി യോഗ സ്റ്റുഡിയോസിനൊക്കെ അങ്ങനത്തെ ഒരു പേരാണല്ലോ, അത് എക്സ്പെക്ട് ചെയ്യുന്നവർ വരത്തില്ല. അപ്പൊ നമ്മളായിട്ട് വൈബ് മാച്ച് ആവുന്നവർ വരും ക്ലാസ്സിന്. അങ്ങനെ ഒരു ഗുണവും